Welcome back to my channel. Let's do it with Ash. എല്ലാവർക്കും എൻ്റെ വക ഒരു ന്യൂ ഇയർ ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഈ ന്യൂ ഇയറിന് നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ക്യൂട്ടുമായിട്ടുള്ള ഒരു പോട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. ഈ ഒരു പോട്ട് ഉണ്ടാക്കാൻ നമുക്ക് വൈറ്റ് സിമെൻറ്റ് മാത്രം മതി. അതേപോലെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഈ ഒരു പോട്ടിൽ വെക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പല ഷേപ്പിലും ഈ ഒരു പോട്ട് ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് ഷോപ്പിലും ഓൺലൈനിലും എല്ലാം ഇങ്ങനെയുള്ള പോട്ട്സ് അവൈലബിൾ ആണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് തന്നെ ഈ പോട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു പോട്ട് ഉണ്ടാക്കാൻ ഞാനിവിടെ വൈറ്റ് സിമെൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. 1 kg വൈറ്റ് സിമെൻ്റ് പ്രൈസ് 38 rupees ആണ്. ഇനി അടുത്തതായി പല ഷേപ്പിലുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളാണ് വേണ്ടുന്നത്. താഴത്തെ പ്ലേറ്റ് വലുതും അതിനകത്ത് വെക്കുന്നത് ഇതേപോലെ ചെറിയ സൈസിലുമുള്ള പ്ലേറ്റ്സ് ആണ് വേണ്ടുന്നത്. അപ്പം ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ആദ്യമായി ഒരു ബൗളിൽ 1 kg വൈറ്റ് സിമെൻ്റ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ ഇത് മിക്സ് ചെയ്യാനായി 1/2 ലിറ്ററിൻ്റെ വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെള്ളം ആവശ്യമനുസരിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സിമെൻറ്റ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കട്ട കെട്ടാതെ നല്ല നീറ്റായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പം ഞാനിവിടെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അടുത്തതായി ഞാനിവിടെ അകത്ത് വെക്കുന്ന പാത്രങ്ങളിൽ ഒട്ടിക്കാനായി ഇതേപോലെ കുറച്ച് തെർമോക്കോൾ പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തെർമോക്കോൾ വെക്കുന്നത് നമുക്ക് താഴെയുള്ള പാത്രവുമായി ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഹോൾ ഇടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ അകത്ത് വെക്കുന്ന പാത്രത്തിൻ്റെ താഴത്തെ പോർഷനിൽ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഗ്ലൂ ഉപയോഗിച്ചോ നമുക്ക് ഈ തെർമോക്കോൾ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ എല്ലാ 3 പാത്രത്തിലും തെർമോക്കോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി ഞാനിവിടെ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പാത്രത്തിലും ഒരു കോട്ടൺ ഉപയോഗിച്ച് ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പോട്ട് ഉണ്ടാക്കിയ ശേഷം നല്ല സ്മൂത്തായി ഈ പാത്രത്തിൽ നിന്നും ഇളകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതായി നമുക്ക് ഈ അകത്ത് വെക്കുന്ന പാത്രത്തിലും ഓയിൽ അപ്ലൈ ചെയ്തെടുക്കണം. ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പാത്രത്തിൻ്റെ പുറത്തുള്ള വശത്താണ് നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതേപോലെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ തെർമോക്കോൾ പോകാതെ നല്ല നീറ്റായിട്ട് എല്ലായിടത്തും ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായി ഓയിൽ അപ്ലൈ ചെയ്തെടുത്ത് ഈ താഴെയുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഈ വൈറ്റ് സിമെൻ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വൈറ്റ് സിമെൻ്റ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ പാത്രത്തിൻ്റെ പകുതി പോർഷൻ മാത്രം ആദ്യം ഫില്ല് ചെയ്തെടുക്കുക. ഇനി അടുത്തതായി ഞാൻ ഈ അകത്ത് വെക്കുന്ന പാത്രത്തിൽ കുറച്ച് കല്ല് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മണലും യൂസ് ചെയ്ത് ഫില്ല് ചെയ്യാവുന്നതാണ്. സിമെൻ്റ് ഒഴിച്ച പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ വെയിറ്റ് വെച്ച് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഈ പാത്രം കറക്റ്റായി ഇതേപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം സൈഡിലേക്ക് കുറച്ച് സിമെൻറ്റ് കൂടി നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. സൈഡൊക്കെ ഫില്ല് ചെയ്തതിന് മുമ്പ് ഈ സിമെൻറ്റ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നല്ല നീറ്റായിട്ട് നമുക്കതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ ഇതെല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തെ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ നമ്മുടെ മിഡിൽ പോർഷനിൽ വെച്ചിരിക്കുന്ന ഈ പാത്രം കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അതേപോലെ ഇത് സെറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു 24 hours നമുക്കിത് അനക്കാതെ വെച്ച് കൊടുക്കേണ്ടതാണ്. 24 hours കഴിഞ്ഞപ്പോൾ നമ്മുടെ വൈറ്റ് സിമെൻറ്റ് കൊണ്ടുള്ള പോട്ടെല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അതേപോലെ ഈ പാത്രത്തിനകത്ത് വെച്ചിരുന്ന കല്ലെല്ലാം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്നും ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇത് നമുക്ക് ഈസി ആയിട്ട് അൺമോൾഡ് ചെയ്യാനായിട്ട് ഞാൻ ഈ അകത്തെ പാത്രത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഈ പാത്രം അതിലേക്ക് വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് അകത്തെ പാത്രത്തിലും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഇതേപോലെ ഒരു 15 to 20 minutes ചൂടുവെള്ളത്തിൽ തന്നെ വെക്കുക. അതിനുശേഷം നമുക്കിത് അൺമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഈ ഒരു പോട്ട് വെള്ളമെല്ലാം മാറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഇത് ഇളക്കിയെടുക്കാം. പാത്രത്തിൽ നിന്നും ഇളക്കിയെടുക്കുമ്പോൾ ഒരുപാട് പ്രസ് ചെയ്യാതെ നല്ല ട്വിസ്റ്റ് ചെയ്ത് വേണം ഇളക്കിയെടുക്കാൻ. ഒരുപാട് പ്രസ് ചെയ്താൽ ക്രാക്സ് വീഴാൻ സാധ്യതയുണ്ട്. ഇനി അകത്തെ പാത്രം നമുക്ക് പതുക്കെ ഇതേപോലെ മുകളിലോട്ടൊന്ന് പുള്ളി ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇതേപോലെ ഇളകി വരുന്നതാണ്.
അടുത്തതായി നമുക്ക് ഈ ഔട്ടർ പോർഷനിലെ പ്ലാസ്റ്റിക് പാത്രമാണ് ഇളക്കിയെടുക്കേണ്ടത്. അതിനുവേണ്ടി താഴെ ഇതേപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക. എല്ലാ സൈഡിലും ഇതേപോലെ തട്ടി കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഈ പോട്ട് ഇതേപോലെ ഇളകി വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ പോട്ടിൻ്റെ ഔട്ടർ പോർഷനെല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഈ പോട്ടിൻ്റെ അകത്തെ പോർഷനിലും സൈഡിലെ പോർഷനിലും നമുക്കൊരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ നീറ്റാക്കി എടുക്കാവുന്നതാണ്. സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഇതേപോലെ ഉരച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഈ എഡ്ജസ് എല്ലാം നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നതാണ്. അതേപോലെ ഈ പോട്ടിനകത്തെ തെർമോക്കോൾ വെച്ച പോർഷൻ നമുക്കൊരു സിസർ ഉപയോഗിച്ച് മാറ്റിയെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാ പോട്ടും അൺമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു പോട്ട് നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് അക്രിലിക് കളേഴ്സ് ഉപയോഗിച്ച് പെയിൻറ് ചെയ്തും എടുക്കാവുന്നതാണ്. എല്ലാ പോട്ടും അൺമോൾഡ് ചെയ്തതിന് ശേഷം പെയിൻറ് അടിക്കുന്നതിന് മുമ്പായി ഇത് 3 ദിവസം വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ കുറച്ചുകൂടി ഇത് സ്ട്രോങ് ആയിട്ട് കിട്ടുന്നതാണ്. അതേപോലെ നമുക്ക് ക്രാക്സും അവോയ്ഡ് ചെയ്യാവുന്നതാണ്. വൈറ്റ് സിമെൻറ്റ് കൊണ്ടുള്ള പോട്ട് ഞാനിവിടെ കളർ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ക്യൂട്ടായിട്ടുള്ള പോട്ട് ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതിന് പകരം നമുക്ക് തന്നെ ഉണ്ടാക്കി നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ കൊടുക്കാവുന്നതാണ്. ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ നമുക്കും വീട്ടിൽ ഇതേപോലുള്ള പോട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു പോട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പം ഇനി നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.